നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ദളപതി വിജയയുടെയും ഭാര്യ സംഗീതയുടെയും വിവാഹമോചന വാർത്തകൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. 27 വർഷം നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ സംഗീത ചെങ്കൽപ്പേട്ട കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകി. 2021 ഏപ്രിലിൽ വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് സംഗീത കണ്ടെത്തിയതായും ഇതാണ് ബന്ധം തകരാൻ പ്രധാന കാരണമെന്നും ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു. കേസിന്റെ അടുത്ത വാദം ഏപ്രിൽ 20 നടക്കും. സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചതോടെ നടനും നടി തൃഷയും തമ്മിലുള്ള പ്രണയ ഗോസിപ്പുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. 25 വർഷത്തോളമായി തെന്നിന്ത്യൻ സിനിമയിൽ താരറാണി പട്ടം ചൂടിയിരിക്കുന്ന തൃഷയുടെ ഏറ്റവും വലിയ ഹിറ്റുകൾ സംഭവിച്ചത് വിജയ്ക്കൊപ്പമായിരുന്നു. സംഗീതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം വിജയ് തൃഷയെ ജീവിതത്തിലേക്ക് കൂട്ടുമോ എന്ന ചോദ്യവും സിനിമാ പ്രേമികളിൽ നിന്ന് ഉയരുന്നുണ്ട്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-നാണ്. കന്നി അംഗത്തിന് വിജയ് ഒരുങ്ങുമ്പോൾ അണികൾക്കുൾപ്പെടെ ആശങ്കയുണ്ട്. വിജയ്ക്ക് ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശം പ്രതിച്ഛായയാണ് ഇപ്പോൾ. ഇലക്ഷൻ അടുപ്പിച്ചുണ്ടായ ഈ സംഭവ വികാസങ്ങളിൽ വിജയിനേക്കാൾ ആശങ്ക ഇപ്പോൾ അണികൾക്കാണ്. വിജയ്ക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും വിനയാകുന്ന സാഹചര്യമാണിപ്പോൾ. ഏപ്രിൽ 20-നാണ് സംഗീത നൽകിയ ഡിവോഴ്സ് ഹർജി കുടുംബ കോടതി പരിഗണിക്കുന്നത്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ്. കോടതിയിൽ വിജയ് ഉന്നയിക്കുന്ന വാദങ്ങളും സംഗീതയുടെ വാദങ്ങളും എല്ലാം ജനങ്ങളെ സ്വാധീനിച്ചേക്കും. ഈ രണ്ട് കടമ്പ കഴിഞ്ഞാലും സംഭവ വികാസങ്ങൾ തീരുന്നില്ല. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഇതേ ദിവസമാണ് തൃഷയുടെ പിറന്നാൾ. ഇലക്ഷനിൽ തോറ്റാൽ പല അഭിപ്രായങ്ങൾ വരും. വിജയെ പ്രശ്നങ്ങളൊന്നും ബാധിക്കുന്നില്ല എങ്കിലും തൃഷ മാനസികമായി സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തൃഷ മാനസിക സമ്മർദ്ദം കാരണം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു, അഭിനയം നിർത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. തന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ തീരുമാനങ്ങളിൽ നിന്നും മാറിയതെന്നും പറയപ്പെടുന്നു എന്നാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷം തൃഷ വല്ലാതെ മെലിഞ്ഞുപോയ സമയത്തും സോഷ്യൽ മീഡിയയിൽ മാനസിക സമ്മർദ്ദമാണോ എന്ന ചോദ്യങ്ങൾ വന്നിരുന്നു. വലിയ പ്രശ്നങ്ങളാണ് വിജയ് കുറച്ചു നാളുകളായി നേരിടുന്നത്. കരൂർ ദുരന്തം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മാറുന്നതിന് മുൻപ് ഭാര്യ സംഗീത വിവാഹമോചന കേസ് ഫയൽ ചെയ്തു. അതും ഒരു നടിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച്. ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടിട്ടും വിജയ് പിന്നോട്ടില്ല. മകൻ ജെയ്സൺ സഞ്ജയ് ഇതിനിടെ തന്റെ പേരിൽ നിന്നും വിജയുടെ പേര് നീക്കി ജെയ്സൺ സഞ്ജയ് എസ് എന്നാണ് ഇപ്പോൾ താരപുത്രന്റെ ഔദ്യോഗിക പേര്. എസ് എന്നത് സംഗീതയെ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം വിജയും ജേസണും ഏറെക്കാലമായി അകൽച്ചയിലാണ്. ജേസൺ ആദ്യമായി സംവിധാനം ചെയ്ത സിഗ്മ എന്ന സിനിമ ഈ വർഷം റിലീസ് ചെയ്യും. എന്നാൽ ഈ വിവാദത്തിൽ പ്രതികരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. അദ്ദേഹം പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് തമിഴ്നാട്ടിൽ എങ്ങും ഒരു വിവാദ നായികയായി നിറഞ്ഞു നിൽക്കുകയാണ് തെന്നിന്ത്യൻ താരറാണിയായ തൃഷ. പ്രണയങ്ങൾ പലതും അവരുടെ ജീവിതത്തിൽ വന്നു പോയെങ്കിലും ഒന്നും പൂവണിയാതെ 42 വയസ്സ് പിന്നിട്ടിട്ടും അവിവാഹിതയായി തുടരുകയാണ് അവരിപ്പോഴും. വിജയും ഭാര്യ സംഗീതയുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുവാനായി കോടതിയെ സമീപിച്ചപ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് തന്റെ ഭർത്താവ് വിജയ്ക്ക് ഏതോ ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ട് എന്നതാണ്. ആ ഏതോ ഒരു നടി തൃഷ തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇതിനെ പറ്റിയുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിജയും തൃഷയും ഒന്നിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹമോചന കേസ് കോടതിയിലെത്തിയതിന് പിന്നാലെയാണ് ഈ വരവ് വലിയ രീതിയിൽ ചർച്ചയാവുകയും വാർത്തകളിൽ നിറയുകയും ചെയ്തു. ഇവിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഒരേ രീതി ഒരേ നിറത്തിലുള്ള മാച്ചിങ് ഡ്രസ്സാണ് രണ്ടുപേരും ധരിച്ചിരുന്നത്. ഒരു കല്യാണ ചെക്കനും കല്യാണ പെണ്ണും വരുന്നത് പോലെ ആയിരുന്നു കല്യാണ ചടങ്ങിലേക്കുള്ള ഇവരുടെ എൻട്രി. ഇവരുടെ ഈ വരവിനെ അനുകൂലിച്ചുകൊണ്ടും നിശിതമായി വിമർശിച്ചുകൊണ്ടും പലരും രംഗത്ത് വന്നു. നടനും സംവിധായകനുമായ പാർത്ഥിപൻ പങ്കെടുത്ത ഒരു അവാർഡ് ഷോയിൽ റാപ്പിഡ് ഫയർ റൗണ്ടിൽ തൃഷയുടെ ചിത്രം കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുന്തവി വീട്ടിലിരുന്നാൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ പുറത്തിറങ്ങിയാൽ വലിയ പ്രശ്നമാണ് എന്ന്. തൃഷ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് പാർത്ഥിപൻ പറയുന്നത്. വിജയ്ക്കൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്താൽ അത് വിജയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് നടി പറയണമായിരുന്നു. അങ്ങനെ അവർക്ക് വീട്ടിൽ ഇരിക്കാമായിരുന്നു എന്ന്. തൃഷയുടെ ഈ ഒരൊറ്റ നടപടി മൂലം കരൂർ ദുരന്തത്തെ തുടർന്ന് ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൃഷയുടെ സാന്നിധ്യം വിജയ്ക്ക് വളരെ ദോഷം ചെയ്തു. അതുകൊണ്ടാണ് റാപ്പിഡ് ഫയർ റൗണ്ടിൽ തൃഷയുടെ ചിത്രം കാണിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും തൃഷ രൂക്ഷമായ ഭാഷയിൽ പാർത്ഥിപനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതോടെ പാർത്ഥിപൻ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം തൃഷയും വിജയുമായുള്ള ഈ വരവിനെ എതിർത്തവരാണ് കൂടുതലെങ്കിലും തൃഷയ്ക്ക് കട്ട സപ്പോർട്ടുമായി എത്തിയ ഒരാളുമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ നടി ഖുഷ്ബു ആയിരുന്നു. അവർ പറയുന്നു, ഈ സംഭവത്തിൽ മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന്. അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അവരുടെ സ്വകാര്യ ജീവിതം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അവർ അവരുടെ ജീവിതം നോക്കിക്കൊള്ളും. ജനങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന്.
ഇത് വിജയുടെ ജനപ്രീതിയെ ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും. എന്നാൽ നടി കസ്തൂരി വിജയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. അവർ പറയുന്നത് വിവാദങ്ങൾ വിജയ് കാര്യമാക്കുന്നില്ല എന്നും സംഗീതയുടെ വിഷമം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനെ പങ്കുവെക്കാനാകില്ല എന്നും രാഷ്ട്രീയത്തിൽ ഈ വിഷയം വിജയെ ബാധിക്കുമെന്നുമാണ് കസ്തൂരി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ തൃഷയുടെ പേര് ഏറ്റവും ആദ്യമായി പൊതുസമൂഹത്തിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞതും വിജയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായ നൈനാൻ നാഗേന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് തമിഴ്നാട്ടിൽ മത്സരം DMKയും വിജയുടെ പാർട്ടിയായ TVKയും തമ്മിലാണെന്ന് വിജയ് പറഞ്ഞതാണ്. അതിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞത് വിജയ് രാഷ്ട്രീയത്തിൽ സമ്പത്ത് നേടണമെങ്കിലും ആദ്യം തൃഷയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെന്നാണ്. ഈ പരാമർശത്തിന് വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചു. ഇതിനെതിരെ തൃഷ പ്രതികരണവുമായി എത്തി. പിന്നീട് അദ്ദേഹവും ഖേദം പ്രകടിപ്പിച്ചു. തന്റെ അമ്മയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ വിജയുടെ മകൻ തന്റെ പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിജയെ അൺഫോളോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്നും തന്റെ അച്ഛന്റെ പേര് മാറ്റി അമ്മയുടെ പേര് ആ സ്ഥാനത്ത് ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെ തന്റെ പിതാവായ വിജയുടെ പ്രവൃത്തിയോടുള്ള വിയോജിപ്പാണ് തുറന്നുകാട്ടുന്നത്. മാതാപിതാക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ മകൻ സ്വീകരിച്ച ഈ നിലപാട് വിജയ ആരാധകർക്കിടയിൽ വലിയ ആശങ്കയ്ക്കും ചർച്ചയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൃഷ മാനസിക സമ്മർദ്ദം മൂലം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു, അഭിനയം നിർത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. തന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ തീരുമാനത്തിൽ നിന്നും മാറിയതെന്നും പറയപ്പെടുന്നു. തൃഷയുടെ വിവാഹം ചെന്നൈയിലെ വരുൺ മണി എന്ന ഒരു വ്യവസായിയുമായി നേരത്തെ ഉറപ്പിച്ചിരുന്നു. വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് തൃഷ അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. അതിന് കാരണമായി പറയപ്പെടുന്നത് ഭാവി വരൻ വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചു എന്നതാണ്. തൃഷയെ പറ്റിയുള്ള ആദ്യ പ്രണയ ഗോസിപ്പ് വന്നത് ചിമ്പുവുമായിട്ടുള്ളതായിരുന്നു. വിണ്ണയെ താണ്ടി വരുവായ എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഇവരുടെ കോമ്പിനേഷൻ നല്ലതുപോലെ വർക്കൗട്ട് ആയിരുന്നു. അതിന് പിന്നാലെ ഇവർ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള പല പ്രണയ ഗോസിപ്പുകളും ഉണ്ടായി. എന്നാൽ ഇതേക്കുറിച്ച് തൃഷ പറയുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു, ഈ കേൾക്കുന്നതൊന്നും സത്യമല്ല എന്നതാണ്. പിന്നീട് ബാഹുബലിയിലെ വില്ലനായ റാണ ദഗുബാട്ടിയുമായി പ്രണയത്തിലാണെന്നുള്ള വാർത്ത വരുന്നു. അപ്പോഴും തൃഷ അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് മാത്രം തൃഷ പറയുന്നത്. റാണ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണെന്നും നല്ല പെരുമാറ്റമുള്ള ഒരു ജെന്റിൽമാൻ ആണെന്നുമാണ്. എന്നാൽ റാണ വെളിപ്പെടുത്തിയിരുന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ്. എന്തായാലും ആ പ്രണയവും പൂവണിഞ്ഞില്ല. ലിയോ എന്ന ചിത്രത്തിലെ അഭിനയത്തോടു കൂടിയാണ് അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിന്, അതായത് ലവ് കെമിസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. അവരുടെ സ്വകാര്യ ജീവിതം കൂടുതലും ചർച്ചയാകാൻ കാരണം വിജയ് ഒരു രാഷ്ട്രീയക്കാരനായി മാറിയത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന നടൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ആദ്യം സിനിമയും പിന്നീട് രാഷ്ട്രീയവുമാണ്. ഈ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഒരു പെണ്ണുമായുള്ള അവിഹിത ബന്ധവും താൻ എന്ത് ചെയ്താലും തന്റെ രസികർ അംഗീകരിച്ചു കൊള്ളുമെന്ന വിചാരവുമാണ് എന്നും വിജയ്ക്കുള്ളത്. ആ വിചാരത്തെ എല്ലാം പൊളിച്ചടുക്കുകയാണ് വിജയുടെ ഭാര്യ സംഗീതയും മകൻ സഞ്ജയ്. ഇതിന്റെ ക്ലൈമാക്സിനായി നമ്മൾ കാത്തിരുന്നേ പറ്റൂ എന്നാണ് ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.